മുമ്പൊന്നുമില്ലാത്ത പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ CPM. ഈ പാർട്ടിയെ കൊണ്ട് ജീവിക്കുന്നവർക്കല്ലാതെ മറ്റാർക്കും ഈ പാർട്ടിയോട് ഒരു താല്പര്യവും ഇപ്പോഴില്ല. ആദർശമോ പ്രത്യയശാസ്ത്രമോ മുഖവിലക്കെടുക്കാതെ തൻപ്രമാണിത്വം മാത്രം നടപ്പിലാക്കിയ CPMന്റെ നേതാക്കൾ തന്നെയാണ് ഇതിൻ്റെയെല്ലാം പ്രധാന ഉത്തരവാദികൾ. ഒരു കാലത്ത് ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളുടെ ആശ്രയ കേന്ദ്രമായിരുന്ന ഈ പാർട്ടി തൊഴിലാളികളുടെയും പിന്നോക്കക്കാരുടെയും അധകൃത വിഭാഗത്തിൻ്റെയുമെല്ലാം ഏക അത്താണിയായിരുന്നതും ഈ പാർട്ടിയായിരുന്നുവെങ്കിൽ തുടർച്ചയായിട്ടുള്ള അധികാരത്തിൻ്റെ ഗർവിൽ മേൽ സൂചിപ്പിച്ചവയെല്ലാം പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ് നാം ഇവിടെ കണ്ടത്. അധികാരത്തിന് വേണ്ടിയും ധനസമ്പാദനത്തിനായും ഏതു വഴിവിട്ട പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ CPM മാറിയപ്പോൾ തിരിച്ചറിവിലെത്തിയ പാർട്ടി അണികളും ഒന്നെങ്കിൽ നിശബ്ദരാകുകയോ അല്ലെങ്കിൽ അവർ ഉൾവലിയുകയോ ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനം തുടങ്ങി 100 വർഷമായിട്ടും ആകെ 2-3 സ്ഥലത്തോ മാത്രമാണ് ഈ കാലയളവിനുള്ളിൽ അധികാരത്തിൽ വരുവാൻ സാധിച്ചിരുന്നതെങ്കിലും കേരളത്തിൽ ഇപ്പോൾ CPMൽ നടമാടുന്ന പ്രവൃത്തികൾ അത് നേരത്തെ അവിടങ്ങളിൽ നടത്തിയതിനാൽ എന്നേക്കുമായി പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും ജനങ്ങൾ പാർട്ടിയെ തള്ളിക്കളഞ്ഞിട്ടും അതൊരു പാഠമായി ഉൾക്കൊള്ളുവാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. തുടർഭരണം അതുകൂടി സംഭവിച്ചപ്പോൾ പാർട്ടിക്കുള്ളിലെ ആ അന്തഃഛിദ്രത്തിൻ്റെ ഗതി വേഗം വർദ്ധിച്ചു എന്നുള്ളത് വേണം നമ്മൾ കരുതാൻ. അല്പമെങ്കിലും മനുഷ്യപ്പറ്റുണ്ടായിരുന്ന നേതാക്കൾ അവർ തഴയപ്പെടുകയോ ഒതുക്കപ്പെടുകയോ ചെയ്തിരിക്കുന്നു. ആദർശ ശുദ്ധിയുള്ള നേതാക്കൾ കാലഹരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ തിരിച്ചറിവിൽ തന്നെയാണ് ഭൂരിഭാഗം വരുന്ന പാർട്ടി അണികളും സഹയാത്രികരും ഈ പാർട്ടിയിൽ നിന്ന് ഒരു അകലം പാലിക്കുവാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ CPMന്റെ ചുമതല ഏറ്റെടുക്കുവാനും ഒരു ആളില്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. CPMന്റെ ഏറ്റവും വലിയ അടിത്തറയാണല്ലോ അതിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റികൾ. എന്നാൽ പലയിടത്തും ബ്രാഞ്ച് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുവാൻ ആളില്ലാതെ വരുന്നു. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും 2-3 ബ്രാഞ്ചുകളൊക്കെ എങ്ങനെ ഒന്നാക്കി മാറ്റി ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഒറ്റൊരു ബ്രാഞ്ച് കമ്മിറ്റിയാക്കി മാറ്റുകയാണ്. സ്ഥാനത്തിരിക്കുവാൻ ആളെ കിട്ടാത്ത വരുമ്പോഴാണ് ഇതുപോലെ സ്ഥലത്തെ ക്രിമിനലുകളെയും മോശം പ്രതിച്ഛായ ഉള്ളവരെയും എല്ലാം ഈ ചുമതലയിലേക്ക് പാർട്ടിക്ക് പരിഗണിക്കേണ്ടി വരുന്നത്. അതാണ് ഈ അടുത്ത കാലത്തായി പോക്സോ കേസിലും അതേപോലെ മയക്കുമരുന്ന് കേസിലും എല്ലാം ഉൾപ്പെട്ടവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരൊക്കെ CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയോ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളൊക്കെയാണെന്നുള്ളൊരു വാർത്ത അതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പണ്ട് CPMന്റെ ഒരു പാർട്ടി മെമ്പർ എന്ന സ്ഥാനം ലഭിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കഴിയണമായിരുന്നു. ആദ്യം ലഭിക്കുക പ്രാഥമിക അംഗത്വം മാത്രമായിരുന്നു. പിന്നീടാണ് പാർട്ടി മെമ്പർഷിപ്പ് ലഭിക്കുക. എന്നാൽ ഇപ്പോൾ പാർട്ടിയിൽ വന്നു ചേരുമ്പോൾ തന്നെ പാർട്ടി മെമ്പർ സ്ഥാനമാണ് ആദ്യം നൽകുന്നത്. പ്രാഥമിക അംഗത്വം എന്ന സംഗതിയേ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ പലയിടത്തും കാണുന്ന മറ്റൊരു പ്രത്യേകത മറ്റു പാർട്ടിയിൽ നിന്നും വരുന്നവർക്ക് അപ്പോൾ തന്നെ പാർട്ടിയുടെ പ്രധാന ചുമതലകൾ നൽകുക എന്നതാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തും എന്തിന് ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് വരെ ഈ നിലയ്ക്ക് എത്തപ്പെട്ടിരിക്കുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് യഥാർത്ഥ പാർട്ടിക്കാർ ഈ പാർട്ടിയിൽ നിന്ന് ഒരകലം പാലിച്ചു നിൽക്കുന്നത്. പലരും നിശബ്ദമായി നിൽക്കുമ്പോൾ വളരെ കുറച്ചു പേർ മാത്രമാണ് അവിടെ BJPയിലും അതേപോലെ കോൺഗ്രസിലും മറ്റു പാർട്ടികളിലുമൊക്കെയായി അങ്ങ് ചേക്കേറിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ വരെ മറ്റു പാർട്ടിയിൽ ഉള്ളവരെ ആശ്രയിക്കൊണ്ടൊരു ഗതികേടിലെത്തിയ CPM ഇനിയും ഇത്തരം പ്രവർത്തികൾ തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ വരെ തങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തുന്നവരെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നതും ഈ ഗതികേടിൻ്റെ ഒരു ഭാഗമാണ്. നേരത്തെ ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ലോക്കൽ കമ്മിറ്റിക്കും ഏരിയ കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും അതേപോലെ സംസ്ഥാന കമ്മിറ്റിക്കും കേന്ദ്ര കമ്മിറ്റിക്കുമൊക്കെ ഒരു പ്രാധാന്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്നതെല്ലാം മാറി പിണറായി വിജയൻ മുതലാളിയായിട്ടുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി മാറിയിരിക്കുന്നു കേരളത്തിലെ CPM.